ആദ്യഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഐറ്റംസ്, അതിൽ നിരവധി ഐറ്റംസിന് കുറച്ചാണ് ഇപ്പോൾ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഐറ്റംസ് കുറെ ഉണ്ടായിരുന്നാണ്, ഇപ്പൊ എല്ലാം നിർത്തി കുറച്ച് ഇതാക്കിയേക്കണേണത്. ഗ്യാസിന് ഇങ്ങനെ വില കൂടി അനുസരിച്ചാകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിന്റെ ഒരു ഞങ്ങളുടെയൊക്കെ ഒരു ജീവിതമാർഗ്ഗമാണ് ഇത്. ഇതിങ്ങനെ ഗ്യാസ് കൂടുന്നതനുസരിച്ച് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണിത്. ഓരോ സ്റ്റാഫും അതനുസരിച്ചാണ് ജീവിക്കുന്നത്. ഇന്നലെ ഒരു ദിവസം ഞങ്ങൾ മുടക്കിയപ്പോൾ തന്നെ ഞങ്ങളുടെ ജീവിതത്തിന് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായത്. അങ്ങനെ ഓരോരോ കാര്യങ്ങളുണ്ട്. ഗ്യാസിന് ഏറ്റവും വില കുറച്ചാലേ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടിന് മാറാൻ പറ്റുള്ളൂ. ഇത് ഒരു ഞങ്ങളുടെ ജീവിതമാർഗ്ഗമാണ് ഈ ജോലി. ഇത് ഗ്യാസ് കൂടുന്ന അനുസരിച്ചാകുമ്പോഴേക്കും കട പൂട്ടിയിട്ട് ഞങ്ങളുടെ ജീവിതമാർഗ്ഗം മുഴുവൻ പോകും. ഞങ്ങൾ കുറേ സ്റ്റാഫുകൾ ഇതിനു വേണ്ടി മാത്രം ജീവിക്കുന്ന ആൾക്കാരാണ്. പലരുടെയും ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ പലരുടെയും ഉപജീവന മാർഗം കൂടിയാണിത്. അതായത് ഹോട്ടൽ ഉടമ നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞു. ഒപ്പം തന്നെ ഇതിവിടെ നിരവധി തൊഴിലാളികളുണ്ട്. ഇവരുടെയൊക്കെ ഏക ഉപജീവന മാർഗമാണ് ഈ ഹോട്ടൽ മേഖല എന്നുള്ളത്. ഇത്തരത്തിൽ ഈ ഒരു പാചകവാതക വിലവർദ്ധനവ് വന്നതോടുകൂടി ഹോട്ടൽ മേഖലയെ അത് വലിയ രീതിയിൽ ബാധിക്കുന്നു. അത് ഇവിടെയുള്ള തൊഴിലാളികളെയും വലിയ രീതിയിൽ ബാധിക്കുന്നു. ഒപ്പം തന്നെ സാധാരണക്കാരായ നിരവധി പേരെയും ബാധിക്കുന്നു എന്നുള്ളതാണ്. പലരും ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 3 നേരവും ഹോട്ടലിനെ ആശ്രയിക്കുന്നവരുണ്ട്. അവരുടെയൊക്കെ സാഹചര്യം ഇത് തന്നെയാണ്. ചേട്ടാ, സ്ഥിരമായി ഹോട്ടലിൽ തന്നെ ഭക്ഷണം കഴിക്കുന്നതാണോ? അത് സ്ഥിരമായിട്ട് ഇപ്പോൾ പുറത്തിറങ്ങുമ്പോൾ എല്ലാ ഭക്ഷണങ്ങളും ഹോട്ടലിൽ തന്നെയാണ്. ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ കൊച്ചിയെ സംബന്ധിച്ച് നിരവധി ഹോട്ടലുകൾ ഇപ്പോൾ പൂട്ടിയൊരു സാഹചര്യമാണ് ഈ വിലവർദ്ധനവൊക്കെ കാരണം. അതെ അതെ അതെ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ പാലക്കാട് എന്നൊരു കാര്യത്തിന് ഇവിടെ വന്നതാണ്. അപ്പോൾ ഭക്ഷണ കാര്യങ്ങളിൽ അതുകൊണ്ട് ബുദ്ധിമുട്ട് തന്നെയാണ്.